ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവൽ നോക്കൂ. തകര മെയ്ஞான തനിപ്പെരുവെളിയനും അകരനിലൈപ്പതി അരുൾപ്പെരും ജ്യോതി. അപ്പോൾ രണ്ട് മഹാസ്ഥാനങ്ങളുടെ അന്ത്യ നിലയാണ് അരുൾപ്പെരും ജ്യോതി. എന്തൊക്കെ നോക്കൂ. തകര മെയ്ஞானത്തനിമ, പിന്നെ അകരനിലൈപ്പതി. അപ്പോൾ തകര മെയ്ஞானത്തനിപ്പെരുവെളിയും അകര നിലൈപ്പതി അരുളുമാണ് അരുൾപ്പെരും ജ്യോതി. അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും അറിയേണ്ടത് തകര മെയ്ஞாനം എന്താണെന്നറിയണം, പിന്നെ അകരനിലൈപ്പതി എന്താണ് എന്നറിയണം. ഇതിൻ്റെയും രണ്ടിൻ്റെയും മഹാസ്ഥാനമാണ് അരുൾപ്പെരും ജ്യോതി. അപ്പോൾ തകര മെയ്ஞാനത്തിൻ്റെ മഹാസമുദ്രമാണ് അരുൾപ്പെരും ജ്യോതി. അതേപോലെ അകര നിലയുടെ പതിയാണ് അരുൾപ്പെരും ജ്യോതി. നമുക്ക് ആദ്യം ഈ തകര മെയ്ஞാനം എന്താണ് എന്ന് അന്വേഷിക്കാം. തകര മെയ്ஞാനം എന്താണെന്ന് അന്വേഷിച്ചാൽ മാത്രമേ ഈ തകര മെയ്ஞാനത്തിൻ്റെ അരുൾപ്പെരും ജ്യോതിയെ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തകരം എന്താണെന്ന് പറയാം. തകരം എന്ന് വെച്ചാൽ ദഹരാകാശം. തകര മെയ്ஞാനം, ദഹരാകാശ മെയ്ஞാനം. ദഹരാകാശ മെയ്ஞാനം, ദഹരാകാശം എന്ന് പറയുന്നത് ഹൃദയാകാശമാണ്. അപ്പോൾ ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന അകാരസ്ഥാനത്തിൻ്റെ പതിയായ അരുൾപ്പെരും ജ്യോതി ആണ് ഈ അരുൾപ്പെരും ജ്യോതി. തകര മെയ്ஞാനത്തനിപ്പെരുവെളിയുടെ അകരനിലൈപ്പതി അരുൾപ്പെരും ജ്യോതിയാണ് ഇവിടെ വള്ളലാർ ദേവൻ നമുക്കായി ഒതുക്കി വച്ചിരിക്കുന്ന ഹൃദയരഹസ്യം. ആ ഹൃദയരഹസ്യം എന്താണെന്ന് നോക്കൂ. ദഹരാകാശം എന്ന ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന അകാരസ്ഥാനത്തിൻ്റെ പതിയായ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ അകാരസ്ഥാനത്തിൻ്റെ പതിയാണ് അരുൾപ്പെരും ജ്യോതി. ഈ അകാരസ്ഥാനം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ദഹരാകാശമാകുന്ന ഹൃദയാകാശത്തിൽ നിന്നാണ് ഉദിക്കുന്നത്. അപ്പോൾ വളരെ ദിവ്യമായ ഒരു വിദ്യയെക്കുറിച്ചിട്ടാണ് വള്ളലാർ ഭഗവാൻ ഈ അരുൾപ്പെരും ജ്യോതിയിൽ ധ്വനിപ്പിക്കുന്നത്. അപ്പോൾ അരുൾപ്പെരും ജ്യോതി എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ പൊന്തി വരുന്നത് ദഹരാകാശം എന്ന ഹൃദയാകാശമാണ്. അപ്പോൾ അരുൾപ്പെരും മഹാമന്ത്രമായ അരുൾപ്പെരും ജ്യോതി, അരുൾപ്പെരും ജ്യോതി തനിപ്പെരും കരുണ. ഈ അരുൾപ്പെരും ജ്യോതിയിലെ അരുൾപ്പെരും ജ്യോതി എന്ന പദം നാം ഉച്ചരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നാം ദഹരാകാശമാകുന്ന ഹൃദയാകാശത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് വ്യംഗ്യമായിട്ടാണ് ഇവിടെ വള്ളലാർ സ്വാമികൾ വിവരിക്കുന്നത്. അതായത് ദഹരവിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യ, ആത്മീയ വിദ്യ, നമ്മുടെ ആത്മീയ ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യയാണ്. അതായത് ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് ചെല്ലുന്ന ഒരു സാധകൻ എത്തിച്ചേരുന്നത് ഈ ദഹരാകാശം എന്ന ഹൃദയാകാശത്തിലാണ്. ആ ദഹരാകാശം എന്ന ഹൃദയാകാശത്തിൽ എത്തിച്ചേരുമ്പോഴുണ്ടാകുന്ന നിരന്തരമായ ആത്മീയ വികാസ പരിണാമങ്ങളാണ് അഹം ബ്രഹ്മാസ്മി എന്ന ബ്രഹ്മതത്വം.
ഈ അഹത്തിൻ്റെ, ഈ ദഹരവിദ്യയുടെ നിഗൂഢ രഹസ്യങ്ങൾ ഏറ്റവും ലളിതമായി വിവരിച്ചു തരുന്നത് ശ്രീ രമണ മഹർഷിയാണ്. രമണ മഹർഷിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, ഞാൻ ആരാണ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഈ ദഹരവിദ്യയെക്കുറിച്ചിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിലെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന നിലയിലാണ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത്. ആ ചോദ്യം ഇതാണ്: മനസ്സിൻ്റെ സ്വരൂപമെന്ത്? അതിന് രമണ മഹർഷി മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: മനസ്സെന്നാൽ ആത്മസ്വരൂപത്തിലുള്ള ഒരു അതിശയശക്തി. അത് സകല വിചാരങ്ങളെയും സങ്കല്പിക്കുന്നു. വിചാരങ്ങളെല്ലാം നീക്കി നോക്കിയാൽ മനസ്സ് എന്ന് പ്രത്യേകിച്ചൊരു പദാർത്ഥമില്ല എന്ന് കാണാം. അതുകൊണ്ട് മനസ്സിൻ്റെ സ്വരൂപം വിചാരം തന്നെ. സങ്കല്പമാത്രങ്ങളല്ലാതെ ജഗത്തെന്ന് വേറെ ഒരു പദാർത്ഥമില്ല. ഉറക്കത്തിൽ വിചാരങ്ങളില്ല, ജഗത്തുമില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ വിചാരങ്ങളും ജഗത്തും ഉണ്ട്. എട്ടുകാലി എങ്ങനെയോ തന്നിൽ നിന്ന് ഉണ്ടായ നൂറ്റ് വീണ്ടും അത് തന്നിൽ തന്നെ പ്രതിസംഹരിക്കുന്നുവോ, അതേപോലെ തന്നെ മനസ്സും തന്നിൽ നിന്നും പ്രപഞ്ചത്തെ തോന്നിപ്പിച്ച് വീണ്ടും തന്നിൽ തന്നെ ഒതുക്കുന്നു. മനസ്സ് ആത്മസ്വരൂപത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ജഗത്ത് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ജഗത്ഭ്രമമുള്ളപ്പോൾ സ്വരൂപജ്ഞാനമുണ്ടാവില്ല. സ്വരൂപം പ്രകാശിക്കുമ്പോൾ ജഗത്ത് പ്രകാശവുമില്ല. മനസ്സിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് നിരന്തരമായി വിചാരിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് താനായി പരിണമിക്കും. കണ്ടോ? അപ്പോൾ മനസ്സ് നിരന്തരമായ നിരൂപണം ചെയ്യുമ്പോൾ, താൻ ആരാണ് എന്ന് നിരന്തരമായി അന്വേഷിക്കുമ്പോൾ അത് മനസ്സ് താനായി പരിണമിക്കും. താൻ എന്നത് ആത്മസ്വരൂപം തന്നെ. മനസ്സെപ്പോഴും ഒരു സ്ഥൂല വസ്തുവിനെ ആശ്രയിച്ചേ നിൽക്കുകയുള്ളൂ, തനിച്ച് നിൽക്കില്ല. മനസ്സിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരമെന്നും ജീവനെന്നും പറയുന്നത്. ഈ ദേഹത്തിൽ ഞാനെന്ന് ഭാസിക്കുന്നത് ഏതോ അത് മനസ്സാകുന്നു. ഞാനെന്ന വിചാരം ദേഹത്തിൽ ഏതൊരു ഇടത്തിൽ നിന്നാണ് ആദ്യം പുറപ്പെടുന്നത് എന്നാലോചിച്ചാൽ ഹൃദയത്തിൽ നിന്നാണെന്നറിയാറാകും. ഇതാണ് ഹൃദയവിദ്യയുടെ തുടക്കം. മനസ്സ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ആലോചിച്ചാൽ ഹൃദയത്തിൽ നിന്നാണ് മനസ്സുണ്ടാകുന്നത് എന്ന് മനസ്സിലാകും. മനസ്സിൻ്റെ പിറപ്പിടം അതാകുന്നു. ഞാൻ എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാലും അവിടെ തന്നെ കൊണ്ടു ചെന്നാക്കും. മനസ്സിലുദിക്കുന്ന എല്ലാ വിചാരങ്ങളിലും വച്ച് ആദ്യമുണ്ടാകുന്ന വിചാരം ഞാൻ എന്ന വിചാരമാകുന്നു. ഇത് ഉത്ഭവിച്ചതിന് ശേഷമേ അനേകങ്ങളായ മറ്റ് വിചാരങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഞാനെന്ന ജ്ഞാനം ഉളവായതിനു ശേഷമേ നീ, അവൻ മുതലായ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ. അഹം എന്നതില്ലെങ്കിൽ ത്വം മുതലായ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഞാൻ ആര് എന്ന വിചാരത്തിന് മാത്രമേ മനസ്സിനെ അടക്കാൻ കഴിയൂ. ഞാൻ ആര് എന്ന ചിന്ത മറ്റ് ചിന്തകളെയെല്ലാം നശിപ്പിച്ച് ചുടലക്കൊള്ളി പോലെ ഒടുവിൽ താനും നശിക്കും. പിന്നീട് സ്വരൂപ ദർശനവും ഉണ്ടാകും. അപ്പോൾ എന്നിലെ ആഹം നശിച്ച് എന്നിലെ താൻ വികസിച്ച് വരുന്നു. ഈ ഞാനെന്നുള്ള വിചാരം സദാകാലവും നമ്മിൽ ഉണ്ടായാൽ നാം സച്ചിദാനന്ദത്തിൽ ലയിച്ചിരിക്കും. ഇതാണ് ഭഗവാൻ രമണ മഹർഷി നമ്മളോട് പറയുന്ന ഹൃദയവിദ്യ. ഇതാണ് ഇവിടെ വള്ളലാർ ദേവൻ നമുക്ക് കാഴ്ചവെക്കുന്ന മഹാരഹസ്യം. കണ്ടോ? ദഹരവിദ്യ ഇതാണ്. അതായത് അതിനെ ഹൃദയവിദ്യ എന്നും പറയും. ദഹരാകാശവിദ്യ, ദഹരാകാശമാകുന്ന ചിദാകാശത്തിലെ
മഹാപ്രകാശമാണ് അരുൾ പെരും ജ്യോതി. ഇത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് രമണ മഹർഷിയുടെ തന്നെ ഉള്ളത് 40 എന്ന് പറഞ്ഞൊരു കാവ്യമുണ്ട്. ഈ ദഹരവിദ്യ അഥവാ ഹൃദയവിദ്യ ഏറ്റവും ആധികാരികമായും ഏറ്റവും ലളിതമായും നമുക്ക് വിവരിച്ച് നമ്മിലെ നമ്മെ, എന്നിലെ എന്നെ എനിക്ക് കാണിച്ചു തരുന്ന ഒരു ഗുരുവിൻ്റെ ദർശനമാണ് ഈ ദഹരവിദ്യ ഉള്ളത് 40 എന്ന കൃതിയിലൂടെ ഭഗവാൻ രമണ മഹർഷി വിശദീകരിക്കുന്നത്. അതിൻ്റെ തമിഴിലുള്ള കവിതയുടെ മലയാള അർത്ഥം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതാ നോക്കൂ. ജഡമായ ദേഹം സ്വയമേവ ഞാനെന്ന് ചൊല്ലുന്നില്ല. ചിൽ സ്വരൂപമായ സദ്വസ്തു അഖണ്ഡമായതിനാൽ ഞാനെന്ന അഹങ്കാരമായിട്ട് ഉദിക്കുകയില്ല. ഇവയ്ക്ക് രണ്ടിനുമിടയിൽ ദേഹത്തിനെ താനെന്ന് അഭിമാനിച്ചുകൊണ്ട് ഞാനെന്നൊരു വികാരം ഉദിക്കുന്നു. ഇത് തന്നെ ചിത്തിനെയും ജഡമായ ദേഹത്തിനെയും കൂട്ടിക്കെട്ടുന്ന ചിജ്ജഡഗ്രന്ഥി. അപ്പോൾ ഈ ചിജ്ജഡഗ്രന്ഥിയെക്കുറിച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ രമണ മഹർഷി പറയുന്നത്. അതായത് ഹൃദയഗ്രന്ഥി. ഇത് തന്നെ ബന്ധം, ജീവൻ, സൂക്ഷ്മശരീരം, അഹങ്കാരം, സംസാരം, മനസ്സ് എന്നിവയെല്ലാമായി പുറപ്പെടുന്നത്. അതായത് ഓംകാരത്തിലെ ആദ്യ അക്ഷരമായ അകാരം. ഈ അകാരം, ഉകാരം, മകാരം ഇതടങ്ങുമ്പോൾ ഉകാരത്തിലേക്കും, ഉകാരത്തിൽ നിന്ന് മകാരത്തിലേക്കും, പിന്നെ അത് കഴിഞ്ഞ് തുരീയ ആതീത തലത്തിലേക്കും പ്രവേശിക്കുന്ന ആ മൗനത്തിൻ്റെ മഹാവേദി, അതാണ് അരുൾ പെരും ജ്യോതി. ഈ ഭാഗം വിസ്തരിച്ചുകൊണ്ട് ശ്രീ നൊച്ചൂർ വെങ്കിടരാമസ്വാമികൾ വിവരിക്കുന്നുണ്ട്. ഞാൻ ശ്രീ നൊച്ചൂർ സ്വാമിയുടെ വാക്കുകൾ വായിക്കുകയാണ്. സ്വ ആത്മസുഖി എന്ന വ്യാഖ്യാനം ഈ ഉള്ളത് 40 എന്ന കൃതിക്ക് വളരെ ഗംഭീരമായൊരു വ്യാഖ്യാനമാണ് നൊച്ചൂർ സ്വാമിയുടെ സ്വാത്മസുഖി. അതിലെ ചില ഭാഗങ്ങളിലേക്ക് കൂടി നമുക്ക് കിടക്കാം. എങ്കിലാണ് രമണ ഹൃദയം നമുക്ക് വ്യക്തമാകുകയുള്ളൂ. ഈ ഹൃദയവിദ്യ എന്താണ് എന്ന് ശ്രീ നൊച്ചൂർ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ശ്രീ രമണ ഭഗവാന്റെ ഉപദേശത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. തന്മ അഹങ്കൃതിരഹിതമായ സത്താണ്. ആ സത്ത് ഞാൻ എന്ന് ഉദിക്കില്ല. കേവല ജഡമായ ദേഹം ഉറക്കത്തിൽ മറഞ്ഞു പോകുന്നു. അത് ഞാനുണ്ട് എന്ന് പറയില്ല. ജഡമായ ദേഹത്തിനും ശുദ്ധമായ ചൈതന്യത്തിനും നടുക്ക് ഞാനെന്ന അഭിമാന രൂപത്തിൽ പൊന്തുന്നത് ചിത്തിനെയും ജഡത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു പ്രതീതി മാത്രമാണ്. ഇരുട്ടും വെളിച്ചവും പോലെ വിരുദ്ധ ധർമ്മിണികളായ വിഷയവും ദൃക്കും ഈ ആഭാസത്തിനാൽ ഒന്നായതുപോലെ തോന്നുന്നു. ചിത്തിൻ്റെ സ്വഭാവത്തിനെ ജഡത്തിലും ജഡസ്വഭാവത്തിനെ ചിത്തിലും അത്യസിക്കുന്നു. ഇതിനെ പരസ്പരാത്യാസം എന്ന് പറയുന്നു. ജഡത്തിനെയും ചൈതന്യത്തിനെയും കൂട്ടിയിണക്കുന്ന ഇതിനെ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. അതായത് ചിജ്ജഡഗ്രന്ഥി എന്നും ഇതിനെ പറയാം. ബന്ധം, ജീവൻ, അഹങ്കാരം, സംസാരം, സൂക്ഷ്മശരീരം എന്നെല്ലാം പറയുന്ന അവിദ്യാകേന്ദ്രം ഇത് തന്നെയാണ്. ഈ കേന്ദ്രത്തിൻ്റെ നിശേഷ പ്രളയം തന്നെയാണ് മോക്ഷം. ഈ കേന്ദ്രത്തിനെയാണ് അകാരം എന്ന വാക്കിലൂടെ, ഓംകാരത്തിലെ അകാരം എന്ന വാക്കിലൂടെ ധ്വനിപ്പിക്കുന്നത്. അകാരം കഴിഞ്ഞാൽ പിന്നെ ഉകാരമുണ്ട്, പിന്നെ മകാരമുണ്ട്, പിന്നെ 4ാമത്തെ അമാത്രയുണ്ട്. ഈ കേന്ദ്രം തന്നെയാണ് സർവ്വ ദുഃഖങ്ങളെയും ശ്രവിക്കുന്ന വൃണമായിട്ട് അവിദ്യാദശയിൽ
ജീവനെ ദുഃഖിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവഭാവം തന്നെ ഇതിൻ്റെ രൂപമാണ്. ഈ അഹങ്കാരത്തിനെ ഉദയസ്ഥാനത്തിൽ തന്നെ വിലീനമാക്കുന്ന മാർഗം തന്നെയാണ് ഹൃദയവിദ്യ. കണ്ടോ, അതാണ് അതിൻ്റെ യഥാർത്ഥ കേന്ദ്രബിന്ദു. ഈ അഹങ്കാരത്തിനെ, അതായത് ഈ ചിജ്ജഡത്തെ അതിൻ്റെ ഉദയസ്ഥാനമായ ശിവനിൽ വിലീനമാക്കുമ്പോൾ ആ മാർഗത്തെ ഹൃദയവിദ്യ എന്ന് പറയുന്നു. അപ്പോൾ അഹത്തെ ഞാൻ കുറച്ചുകൂടി ലളിതമായി ഈ ഭാഗം പറയാം. അതായത് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ഐ ഉണ്ട്, സ്മോൾ ഐ ഉണ്ട്. സ്മോൾ ഐ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി അഹമാണ്. ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് സമഷ്ടി അഹമാണ്, വിശ്വ അഹമാണ്. അപ്പോൾ ഈ സ്മോൾ ഐയിൽ നിന്ന് ക്യാപിറ്റൽ ഐയിലേക്ക് നമ്മൾ വികസിക്കണം. സ്മോൾ ഐ എന്ന ആ വ്യക്തി അഹത്തെ നാം എവിടെ ലയിപ്പിക്കണം? വിശ്വ അഹമായ ക്യാപിറ്റൽ ഐയിൽ ലയിപ്പിക്കണം. അപ്പോൾ പിന്നെ ക്യാപിറ്റൽ ഐ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്മോൾ ഐ ഉണ്ടാവില്ല. ഇതാണ് ഹൃദയവിദ്യ എന്ന് വളരെ ചുരുക്കി പറയാം. അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് സ്മോൾ ഐ എന്ന ആ ഇത്തിരി കുഞ്ഞനായ ഞാനെ ഒത്തിരി കുഞ്ഞനായ വിശ്വ അഹത്തിലേക്ക്, അതായത് ക്യാപിറ്റൽ ഐയിലേക്ക് കൊണ്ട് ലയിപ്പിച്ചാൽ മതി. അതായത് സ്മോൾ ഐ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ക്യാപിറ്റൽ ഐയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആ ക്യാപിറ്റൽ ഐയിൽ തന്നെ ലയിച്ചു ചേർത്താൽ മതി ഈ സ്മോൾ ഐ. അതോടെ പിന്നെ നാം വിശ്വാഹമായിട്ട് ബ്രഹ്മസ്വരൂപമായിട്ട് മാറുന്നു. ഇതാണ് സാക്ഷാൽ ഹൃദയവിദ്യ. ഞാൻ ആരാണെന്ന് ഭഗവാൻ രമണ മഹർഷി നമ്മളോട് ചോദിക്കുമ്പോൾ ഇവിടെ നാം അവസാനം എത്തിച്ചേരുന്നത് ഈ ഹൃദയവിദ്യ എന്ന ദഹരവിദ്യയിലേക്കാണ്. ദഹരവിദ്യയിലൂടെ നാം ഞാൻ ആരാണ് എന്ന സത്യം, അഹം ബ്രഹ്മാസ്മി എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ എത്ര ലളിതമാണ് രമണ മഹർഷിയുടെ ഈ ദർശനം എന്ന് നോക്കൂ. ദഹരവിദ്യ അഥവാ ഹൃദയവിദ്യ വളരെ ലളിതമാണ്. അതായത് സ്മോൾ ഐ ഉത്ഭവിച്ചത് എവിടെ നിന്നാണ്? ക്യാപിറ്റൽ ഐയിൽ നിന്നാണ്. ഈ സ്മോൾ ഐ എന്ന അഹം, അതായത് പശു, ക്യാപിറ്റൽ ഐ എന്ന പതിയിൽ ലയിച്ചു ചേർന്നാൽ മതി. അവിടെ നിന്നാണ് പോകുന്നത്, അവിടേക്ക് തന്നെ അത് തിരിച്ചു പോകുന്നു. സ്വഗ്രഹത്തിലേക്കുള്ള ഒരു മടക്കയാത്ര, നമുക്കതിനെ അങ്ങനെ വിശേഷിക്കാം. സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മടക്കയാത്ര. അപ്പോൾ സ്മോൾ ഐ ക്യാപിറ്റൽ ഐയിൽ ലയിച്ചു ചേരുന്ന ആ ശിവശക്തി ഐക്യം, ഇതിനെ നമുക്ക് ശക്തി എന്നും ശിവൻ എന്നും വിളിക്കാം. സ്മോൾ ഐ എന്ന് പറയുന്നത് ശക്തിയാണ്, ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ശക്തി, മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി, കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാരത്തിലെ ശിവനുമായി മേളിച്ച് സഹസ്രാര പത്മത്തെ ദിവ്യമായ ശിവശരീരമാക്കി മാറ്റുന്നു. അങ്ങനെ നമ്മുടെ ജഡശരീരത്തെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന, ഒരിക്കലും നശിക്കാത്ത, മരണമില്ലാത്ത ചൈതന്യ ശരീരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് വള്ളലാർ ഭഗവാൻ പറയുന്ന ആ മഹാസത്യം. മരണമില്ലാത്ത ശരീരത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് സ്മോൾ ഐ എവിടെ പോയി ലയിക്കുന്നു? ക്യാപിറ്റൽ ഐയിൽ പോയി ലയിക്കുന്നു. പിന്നെ ക്യാപിറ്റൽ ഐ മാത്രമേ ഉള്ളൂ, സ്മോൾ ഐ ഇല്ല. അതായത് ഒരു ചെറിയ കൈത്തോട് മഹാസമുദ്രത്തിൽ, ഒരു നദി കടലിൽ എങ്ങനെയാണോ ചെന്ന് ചേരുമ്പോൾ അത് കടലായി തന്നെ പരിണമിക്കുന്നത്, അതേപോലെ ഒരവസ്ഥയാണ്. അതായത് പശു പതിയിൽ ലയിക്കുന്നു, പിന്നെ പതി മാത്രമേ ഉള്ളൂ. സ്വഗ്രഹത്തിലേക്കുള്ള ഒരു മടക്കയാത്രയിലാണ് നമ്മളിപ്പോൾ. അതാണ് ഈ ഹൃദയവിദ്യ, ഇതാണ് ദഹരവിദ്യ, ഇതാണ് രമണ മഹർഷി ഞാൻ ആരാണ് എന്ന് അന്വേഷണത്തിൻ്റെ അവസാനം കണ്ടെത്തിയ മഹാസത്യം. ആ മഹാസത്യത്തെയാണ് വള്ളലാർ ദേവൻ ഇവിടെ നമുക്കായി ഈ അരുൾ പെരും ജ്യോതി എന്ന മന്ത്രത്തിലൂടെ നമ്മെ കൊണ്ട് എത്തിക്കുന്നത്. ഓം ശിവായ നമഃ.